നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വനിതാ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന രീതിയുടെ പേരിൽ വീണ്ടും രൂക്ഷമായ വിമർശനമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പല തവണ ട്രംപ് ഈ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മോശമായ വാക്കുകൾ അല്ലെങ്കിൽ മോശമായ പരാമർശങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പലപ്പോഴും വിമർശനങ്ങൾക്കിടയാകുന്നു, അല്ലെങ്കിൽ എയറിലൊക്കെ ചെന്ന് ട്രംപ് എത്താറുണ്ട്. അടുത്തിടെ എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരുമായി നടന്ന ഒരു സംഭാഷണത്തിനിടെ ബ്ലൂബർഗിന്റെ വൈറ്റ് ഹൗസ് ലേഖികയായ കാതറിൻ ലൂസിയെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരിക്കുമെന്ന് പറയുകയും തുടർന്ന് അവരെ പിഗ്ഗി, അതായത് പന്നി എന്ന് വിളിക്കുകയും ചെയ്തുവെന്നാണ് പുതിയ വാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് തന്റെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ അപമാനിക്കുന്ന ഭാഷ ഉപയോഗിക്കുകയാണെന്ന് ആരോപിച്ച് വിവിധ പത്രപ്രവർത്തകരിൽ നിന്നും മാധ്യമ നിരീക്ഷകരിൽ നിന്നും ഈ പരാമർശം ഓൺലൈനിൽ അതിവേഗം വിമർശനത്തിന് കാരണമായി. ട്രംപിന്റെ ഔദ്യോഗിക യാത്രകളിൽ വൈറ്റ് ഹൗസ് പ്രസ് പൂളിൽ നടക്കുന്ന എക്സ്ക്ലൂസീവ് ഓൺ ദി റെക്കോർഡ് ആശയവിനിമയത്തിനിടെയാണ് ഈ വിവാദമായ ഒരു പരാമർശമുണ്ടായത്. ഫയലുകളെ ചൊല്ലി നിലനിൽക്കുന്ന വിവാദങ്ങളെക്കുറിച്ചും അവ പുറത്തുവിടുന്നതിനെക്കുറിച്ചും ട്രംപിനോട് കാതറിൻ ലൂസി ചോദിച്ചപ്പോഴാണ് സംഭവമുണ്ടായത്. ലൂസി ഇടപെട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ട്രംപ് ആ സംസാരം പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. പകരം വെട്ടിച്ചുരുക്കി ആ മാധ്യമ പ്രവർത്തകർക്ക് നേരെ, അതായത് ആ മാധ്യമ പ്രവർത്തകയുടെ നേരെ വിരൽ ചൂണ്ടി നിശബ്ദ പാലിക്കുക, അതായത് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പന്നി എന്ന് വിളിച്ചു, അതായത് പിഗ്ഗി എന്ന് വിളിച്ചു. ഈ സംഭാഷണം അതിവേഗം വൈറലായി. ട്രംപ് ഒരു റിപ്പോർട്ടറുടെ ജോലി ചെയ്തതിന്റെ പേരിൽ അവരെ വ്യക്തിപരമായി അപമാനിക്കുകയാണെന്ന് മാധ്യമങ്ങൾ ആരോപിച്ചു. ബ്ലൂബർഗ് ന്യൂസ് തങ്ങളുടെ റിപ്പോർട്ടറെ ന്യായീകരിച്ചുകൊണ്ടാണ് പ്രതികരണം നൽകിയത്. ഞങ്ങളുടെ വൈറ്റ് ഹൗസ് പത്രപ്രവർത്തകർ ഒരു സുപ്രധാന പൊതുസേവനമാണ് നടത്തുന്നത്. ഭയമോ പക്ഷപാതമോ ഇല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ ന്യായമായും കൃത്യമായും റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നാണ് ബ്ലൂബർഗ് പറഞ്ഞത്. വനിതാ മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യം വച്ചുള്ള വ്യക്തിപരവും ലൈംഗികതയും കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുന്നതിൽ ട്രംപിനൊരു നീണ്ട ചരിത്രമുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വൈറ്റ് ഹൗസ് സന്ദർശന വേളയിൽ ABC റിപ്പോർട്ടർ മേരി ബ്രൂസ് പത്രപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് ഉടൻ ഇടപെട്ടു. ABC വ്യാജ വാർത്ത വിടുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിലെ ഏറ്റവും മോശ വാർത്തകളിൽ ഒന്ന് എന്ന് പറഞ്ഞ് ട്രംപ് ബ്രൂസിനെ സഹാരിച്ചു. നിങ്ങളൊരു ഭയങ്കര റിപ്പോർട്ടറാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. നിങ്ങളിൽ നിന്ന് ഇനി ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ABCയുടെ പ്രക്ഷേപണ ലൈസൻസ് നോക്കാൻ അമേരിക്കൻ റെഗുലേറ്റർമാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ട്രംപിന്റെ ഈ പിഗ്ഗി പരാമർശം പുതിയതല്ല. മുമ്പ് 1996 മിസ് യൂണിവേഴ്സ് മത്സര വിജയായിരുന്ന അലീഷ്യ മച്ചാഡോയെ ട്രംപ് ഭരണകൂടത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ മിസ് പിഗ്ഗി എന്ന് വിളിച്ച് ശരീരഭാരം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ തന്റെ മുൻ വൈറ്റ് ഹൗസ് സഹായി മൊറോസ മാനിഗോട്ട് ന്യൂമാനും അതോടൊപ്പം തന്നെ അഫോസിലെ അരിയാന ഫങ്കിഡൻ എന്നിവ ഉൾപ്പെടെ നിരവധി സ്ത്രീകളെ പ്രസിഡന്റ് നായ്ക്കളെന്ന് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലുള്ള സംസാര രീതി അല്ലെങ്കിൽ സംഭാഷണ രീതിയെ ന്യായീകരിച്ചുകൊണ്ട് ട്രംപ് 2016 CBACനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാണ് രാഷ്ട്രീയ കൃത്യതയുള്ള പ്രശ്നം. ഇത് വളരെയധികം സമയമെടുക്കുന്നു. ഞങ്ങൾക്ക് സമയമില്ല. എങ്കിലും ജോലി ചെയ്യുന്ന സ്ത്രീകളെ വ്യക്തിപരമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന പ്രസിഡന്റിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര മാധ്യമ രംഗത്ത് വിമർശനത്തിന്റെ കൊടുങ്കാറ്റാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.